ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് MM സൈമൺ ബജറ്റ് അവതരിപ്പിച്ചു. 2026-27 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 38,24,23,035 രൂപ വരവും 37,70,18,140 രൂപ ചിലവും 64,04,895 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സന്തുലിത വികസന ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുകയും തുക നീക്കിവെക്കുകയും ചെയ്യുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നു. നൂതന കൃഷിരീതികൾ അവലംബിച്ച് മികച്ച കാർഷിക സമ്പ്രദായങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഉൽപാദന വർധനവിനും വിപണന നേട്ടമുണ്ടാക്കുന്നതിനും സഹായകരമായ ഒട്ടേറെ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെങ്ങ് കൃഷി വികസനം, കമുക് കൃഷി വികസനം, നെൽകൃഷി വികസനം, സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതികൾ, കുള്ളൻ തെങ്ങിൻ തൈ വിതരണം, മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തികൾ എന്നിവ നടപ്പിലാക്കുന്നു. അതിനായി 46,42,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൃഗസംരക്ഷണ മേഖലയിൽ കുടുംബങ്ങളിൽ സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ രീതിയിലാണ് ഈ മേഖലയിലെ പദ്ധതികൾ നാം ആവിഷ്കരിക്കുന്നതെന്നും കാലിത്തീറ്റ വിതരണം, മുട്ടക്കോഴി വളർത്തൽ, ആട് വിതരണം, മൃഗസംരക്ഷണ മേഖലയിൽ ആവശ്യമായ മരുന്ന്, ഉപകരണങ്ങൾ വാങ്ങൽ എന്നീ പദ്ധതികൾക്കായി 32,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ വരുമാനം ഉപയോഗിച്ചു ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നാം നേടിയ നേട്ടങ്ങളെ നിലനിർത്തുന്നതിനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ട പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിനകത്ത് വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമായും സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അതുപോലെ കാർഷിക മേഖല, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതിയിൽ പഞ്ചായത്തിലെ ഭവനരഹിതർക്കായുള്ള കുടുംബങ്ങൾക്ക് പാർപ്പിടം നിർമ്മിച്ചു നൽകുന്നതിനും സമ്പൂർണ്ണ പാർപ്പിട യജ്ഞം നടപ്പിലാക്കുന്നതിനുമായി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,08,00,000 രൂപയും ഭവനം വാസയോഗ്യമാക്കുന്നതിനായി 32,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, ST പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് MM സൈമണാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, ST പ്രൊമോട്ടർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രജിത അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ.